എല്ലാവർക്കും നമസ്കാരം. മലയാളി ഹോം മേക്കറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ കിച്ചണിൽ നമ്മൾ ആവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ അടുക്കളയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടുന്നുള്ള രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. ചിലതൊക്കെ പാചകം ചെയ്യാനായിരിക്കും, ചിലതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ എന്നാലും അത് കളയാനുള്ള മടി കൊണ്ട് നമ്മളതിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിലുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എൻ്റെ വീട്ടിലുള്ള കുറച്ച് കത്തികളാണ് ഇതൊക്കെ. ഞാൻ വീട് താമസം മാറിയപ്പോൾ കുറച്ച് കത്തികളൊക്കെ കളഞ്ഞിരുന്നു. പിന്നെ ഉള്ളതാണിത്. ഈ 3 കത്തി ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലുള്ളൂ. അപ്പം ഈ കത്തിയുടെ ഈ ഭാഗം കണ്ടോ, പിടി ഇത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള കത്തികൾ. അപ്പോൾ മൂർച്ചയില്ലാത്ത കുറച്ച് കത്തികളൊക്കെ ഞാൻ ഇതിനു മുമ്പ് കളഞ്ഞു. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള കുറേ കത്തികളൊക്കെ കാണും. മിക്ക വീടുകളിലും തന്നെ ഉണ്ടാകും കുറച്ച് കത്തികൾ. ചിലതിനൊക്കെ മൂർച്ചയുണ്ടാവും, ചിലതിനൊന്നും മൂർച്ചയുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കത്തികളൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് മാറ്റുക, അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ തന്നെ കുറച്ചും കൂടി നമ്മുടെ അടുക്കള കുറച്ച് വൃത്തിയാവും. കുറേ കത്തികൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ആവശ്യ നേരത്തെ നോക്കുമ്പോൾ മുറിച്ചുള്ള ഒരു കത്തി പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തത് ഏതാണെന്ന് നോക്കിയിട്ട് മൂർച്ച വെക്കാൻ പറ്റുന്നതാണെങ്കിൽ വെക്കുക, അല്ലാത്തതാണെങ്കിൽ കളയാം. പിന്നെ എളുപ്പത്തിൽ മൂർച്ച വയ്ക്കാനായിട്ട് ഒരു മാർഗം കൂടിയുണ്ട്. ഇതുപോലുള്ള കപ്പുകൾ എടുക്കുക, സെറാമിക്കിൻ്റെ. ഇതിപ്പോൾ എൻ്റെ പിടി പൊട്ടിയ കപ്പാട്ടോ. അപ്പോൾ ഇതുപോലുള്ള കപ്പുകൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ കത്തി എടുത്തിട്ട് ഇങ്ങനെ കത്തി എടുത്തിട്ട് ഇതുപോലെ 1, 2 ഇങ്ങനെ ഒന്ന് മൂർച്ച കൂട്ടാം നമുക്ക്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ കാണിക്കരുത്. ഒന്ന് മുകളിലേക്ക് പിന്നെ താഴേക്ക്, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കാണിക്കാനായിട്ട്, 2 സൈഡിലും ഒരുപോലെ. അതേസമയം ഒരിക്കലും ഇങ്ങനെ ഉരയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കത്തിക്ക് മൂർച്ച കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും മൂർച്ച വയ്ക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും മൂർച്ച വെപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടായാലും മൂർച്ച കിട്ടും. അത് നടക്കുന്നില്ലെങ്കിൽ വെറുതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അത് അങ്ങോട്ട് കളഞ്ഞേക്കുക. അത് നമ്മുടെ അടുക്കളയ്ക്ക് ഒരു ഭാരം തന്നെയാണ്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ എപ്പോഴും ഒരു ഭാരമാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മൂർച്ച കൂട്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വെക്കുന്നതായിരിക്കും, പക്ഷെ അത് ഉപയോഗിക്കലുണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയേക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. ഇത് കളയണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ അടപ്പുകളൊക്കെ ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. ചില പാത്രങ്ങളൊക്കെ അടപ്പുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് കാക്കി വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റുക. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഇത് 2 പാത്രങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ കണ്ടോ, ഇത് ഒരു പഴയ പാത്രമാണ്. ഞാൻ പണ്ട് അടുക്കളയിൽ എന്തൊക്കെയോ സാധനങ്ങളിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അടപ്പ് ഇപ്പോൾ കാണാനില്ല. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം അടപ്പ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതിപ്പോൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുക. കുറേ നാളായി ഞാൻ ഈ സൂക്ഷിക്കൽ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ അടപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് കളയാം. അതുപോലെ തന്നെ ഇതും മറ്റൊരു പാത്രമാണ്, നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ്. എനിക്ക് തോന്നുന്നത് അധികം പഴക്കമൊന്നുമില്ല, പുതിയൊരു പാത്രമാണ്, നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയും അടപ്പില്ല. അപ്പോൾ അതും നമുക്ക് മാറ്റാം. പിന്നെ ഈ പാത്രത്തിനൊക്കെ അടപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ല. ഇതിനും അടപ്പുണ്ട്. പിന്നെ കണ്ടോ, ഇതിനൊക്കെ അടപ്പുണ്ട്, പക്ഷെ പാത്രമില്ല. അപ്പം അങ്ങനെയുള്ള പാത്രങ്ങൾ, ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാവും. ഇതിനല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഓർത്ത് എടുത്ത് വയ്ക്കുന്നതായിരിക്കും, പക്ഷെ അങ്ങനെ ഉപയോഗിക്കലുണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം മാറ്റുക. അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് അല്ലാത്ത കണ്ടെയ്നേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. അപ്പം ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും, അങ്ങനെയുള്ളത് മാത്രം ഉപയോഗിക്കുക. അത് ഫ്രിഡ്ജിൽ വയ്ക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിക്കോട്ടെ, എന്തിനാണെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന നോക്കുക. ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തരം തിരിച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ അടുപ്പില്ലാത്ത പാത്രങ്ങളൊക്കെ ആണെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഇതുപോലെ തന്നെ സെയിം തന്നെ ഒരു പാത്രത്തിലാണ് ഞാൻ എൻ്റെ ഡിഷ് വാഷ് കലക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം. അതൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാരമാണ് നമ്മുടെ അടുക്കളയ്ക്ക്. അപ്പോൾ ആ ഭാരം അങ്ങോട്ട് ഒഴിവാക്കുക. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഡീക്ലട്ടർ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇനി നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സ്പൂണുകൾ.
അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സ്പൂൺസാണ്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, ചിലതൊക്കെ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും കുറേ നാളുകളായിട്ട് ഇരിക്കുന്നതൊക്കെ പൊടി പിടിച്ച് വെറുതെ ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെ ഉപയോഗിക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ അതാണ് നമ്മളിനി അടുത്തതായിട്ട് ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലുള്ള കുറച്ച് സ്പൂണുകളുണ്ട്. ഇതൊക്കെ സിർലാക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം മിക്കപ്പോഴും സിർലാക്ക് വാങ്ങും, എന്നാലും ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്തിനെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. കുറച്ചൊക്കെ കളഞ്ഞു, കുറച്ചൊക്കെ വീണ്ടും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് യാതൊരു യൂസും ഇല്ല, ഇതിങ്ങനെ കുറേ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട്. കാരണം എപ്പോഴും നമ്മൾ വാങ്ങുന്നൊരു സാധനമാണ്, അപ്പോൾ എപ്പോഴും സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റുക. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സ്പൂണുകൾ കിട്ടാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ, ഫോർക്ക് അതുപോലുള്ളതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. അതുകൊണ്ടൊന്നും നമുക്ക് വലിയ യൂസ് ഇല്ല. പിന്നീട് നമ്മൾ വല്ലപ്പോഴും വല്ല ടൂറൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ ഉപയോഗത്തിൽ വന്നേക്കാം. പക്ഷേ അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അതുപോലെ ഇതുപോലുള്ള സ്പൂണുകളൊക്കെ ഇതൊക്കെ ആവശ്യമുണ്ടോ ഇല്ലേന്നൊന്ന് ആലോചിക്കുക. ആവശ്യമില്ലെങ്കിൽ അതങ്ങോട്ട് മാറ്റിയേക്കുക. അപ്പം ഞാൻ എന്തായാലും ഇത്രയും സാധനങ്ങൾ കളയാനായിട്ട് തീരുമാനിച്ചേക്കാണ്. ഇത്രയും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പം ഞാൻ എന്തായാലും ഇത്രയും സ്പൂണുകൾ കളയുവാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഡീക്ലട്ടറിങ്ങിൻ്റെ സാധനം എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അതായത് ഇത് നമ്മുടെ പുട്ടുകുറ്റിയാണ്, പുട്ടുകുത്തണ സാധനമില്ലേ, കോല്, അതാണ്. പക്ഷേ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്ന് ഇങ്ങനെ അടർന്നൊക്കെ പോരാൻ തുടങ്ങി. അപ്പോൾ ഞാനിതിപ്പോൾ ഉപയോഗിക്കാതെ ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായി. പക്ഷേ ഞാനിത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല, ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കളയാൻ പോവാണ്. പിന്നെ അപ്പോൾ ഇതുപോലുള്ള പുട്ടുകുറ്റികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പുട്ടുകുറ്റിയുടെ കോല് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക, നോക്കുക നല്ലതാണോ, നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ നോക്കുക. വലിയ ക്വാളിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, കളയുക. അപ്പോൾ ഞാനിത് ഒട്ടും ഉപയോഗിക്കില്ല. അതൊക്കെ ആകെ പൊടിയൊക്കെ പിടിച്ച് ചെറിയ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കളയാൻ പോവാണ്. ഇനി അടുത്തതാണ് ഈ സാധനം. ഇത് നമ്മുടെ നാരങ്ങ പിഴിയില്ലേ, അതാണ് നാരങ്ങ. പക്ഷേ ഇതുകൊണ്ട് നാരങ്ങ നീര് ഒട്ടും കിട്ടില്ല. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒട്ടും നാശമായിട്ടൊന്നുമില്ല. പക്ഷേ നാരങ്ങ നീര് ഒട്ടും പിഴിഞ്ഞാൽ കിട്ടില്ല, അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. എന്നിട്ടും ഞാൻ കളഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും, വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല, ഉപയോഗിക്കുന്നേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. ഇത് ഞാൻ ഒട്ടും ഉപയോഗിക്കാത്ത സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ മോളുടെ പാലും കുപ്പിയൊക്കെയാണ്, ഫീഡിങ് ബോട്ടിൽ. അതൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ കടപ്പൊക്കെ പോയി. അവൾ കളിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്, പക്ഷേ അതൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല, അതൊക്കെ പോയി. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. ഇത് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. ഒരു 6 മാസത്തിനിടയിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ, 6 മാസം വേണ്ട, ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കയ്യിലില്ലേ, ഇതങ്ങനെയുള്ളൊരു കയ്യിലാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല, നമുക്ക് വലുതായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടോ, ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് കാര്യമായിട്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുകയാണ്. ഇതും അതുപോലുള്ളതാണ്, പക്ഷേ ഇത് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ഫ്ലോപ്പായി പോയ ഒരു ഐറ്റമാണിത്. ഇത് നമ്മൾ പ്ലക്കറായിട്ട് ഉപയോഗിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട്, വറുത്ത സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഊരിപ്പോരും. വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാണാനുള്ള ഭംഗിയൊക്കെ കണ്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിൽ കിട്ടില്ല, ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് പോവും. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. എന്നിട്ട് ഞാനത് കളഞ്ഞിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, അതൊക്കെ എടുത്ത് മാറ്റിയേക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള സോസുകൾ, അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പാക്കറ്റിൽ നമ്മൾ വാങ്ങാറുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എക്സ്പയർഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. എക്സ്പയർ ആവാറായ സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പോഴും ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇനി എക്സ്പയറി ആവാനായിട്ട് ഒരു 3-4 ദിവസമൊക്കെ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 1 മാസമൊക്കെ ബാക്കിയുള്ളെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എത്രയും വേഗം ഉപയോഗിച്ച് തീർക്കുക.
അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് അടുത്തതായിട്ട് ഡീക്ലട്ടർ ചെയ്യുന്നത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ, ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ പരിശോധിച്ചു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു സോസിൻ്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ എക്സ്പയറി ആവാറായി നിൽക്കുന്നത്. ബാക്കി എല്ലാത്തിനും ഡേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ മസാലകളൊന്നും അധികം അങ്ങനെ വാങ്ങി വെക്കാറില്ല. ഈ പാക്കറ്റിൽ കിട്ടുന്ന മസാലകൾ, അതുപോലുള്ള കസ്റ്റർഡ് പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം വാങ്ങി വെക്കാറില്ല. എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കുറവാണ്. പിന്നെ ഉള്ളത് ഈ സോയാ സോസ്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇത് അധികം ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴൊക്കെയല്ലേ ഉപയോഗിക്കുള്ളൂ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് എക്സ്പയറി ആവാറായിരിക്കുകയാണ്. അതായത് ഈ ഡിസംബറിനുള്ളിൽ ഇത് തീരും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. എക്സ്പയറി ആവാറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. ഇനിയും ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രം സൂക്ഷിച്ച് വെക്കുക. ആയിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, എടുത്ത് മാറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റിക്കളയാം. ഇനി നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലുള്ള കുപ്പികൾ. അപ്പോൾ ഇതൊക്കെ ജാമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയില്ലേ, അങ്ങനത്തെ കുപ്പിയാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലിൻ്റെ കുപ്പിയാണ്, പൊട്ടുന്ന കുപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു അച്ചാറൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ കുപ്പിയാണ്. ഇതും നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ ഇത് ഇതുപോലെ തന്നെ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ചില്ലിൻ്റെ കുപ്പികളൊക്കെ ആണെങ്കിൽ എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതൊക്കെ മിൽമയുടെ നെയ്യ് വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുപ്പിയാണ്, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ എടുത്ത് വയ്ക്കുക. അല്ലാത്തതാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, എടുത്തങ്ങോട്ട് കളയുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക ഇപ്പം തന്നെ പോയിട്ട്. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് നോക്കുക, കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുക. ആവശ്യമില്ലാത്തതാണെങ്കിൽ നേരെ എടുത്ത് മാറ്റുക. നമുക്ക് ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ നമ്മൾ മിക്കവാറും അങ്ങനെ ഇട്ട് വെക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കാൻ സാധ്യതയില്ലെങ്കിൽ അതെടുത്ത് വേഗം തന്നെ മാറ്റുക. ഇനി നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ. അപ്പം ഈ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ വിട്ടുപോയി, പിന്നെ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല, ഉപയോഗിക്കാറില്ല. എന്നിട്ട് ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കളയുക. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു പാത്രമാണ്. ഇതിൻ്റെയും കോട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കളയുക. ഞാനിതിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഒന്നിൻ്റെ മുകളിലൊന്ന് വെച്ച് കുക്ക് ചെയ്യാറില്ലേ, എന്താ ബേസ് പോലെയായിട്ട് പഴയ പാത്രങ്ങളൊക്കെ. ഇപ്പം അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാറില്ല. കാരണം ഇത് കടായി പോലത്തെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ടും കളഞ്ഞിട്ടില്ല. കളയാനായിട്ട് ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് മമ്മി വാങ്ങി തന്നതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ സൂക്ഷിച്ച് വെച്ചിട്ടൊരു കാര്യമില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ അടുക്കളയിൽ ആവശ്യമില്ല. വെറുതെ സ്ഥലം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് കളയുക. അപ്പം ഞാൻ എന്തായാലും ഈ 2 നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം മോശമായി. അപ്പോൾ ഇത് ചിലപ്പോൾ ചിലവരുടെ വീട്ടിലൊക്കെ അധികം കേടാവാത്തതുണ്ടാവും. ചെറുതായിട്ട് കോട്ടിങ് പോയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമ്മളപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ ചെറുതായിട്ട് കോട്ടിങ് പോയിട്ടുള്ളെങ്കിലും അത് ഉപയോഗിക്കരുത്. കാരണം അതൊട്ടും നല്ലതല്ല. അതിൻ്റെ ഉള്ള കെമിക്കൽസൊക്കെ നമ്മുടെ ഫുഡിൽ ചേരും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ദോഷങ്ങളുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റുക. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഞാൻ വാങ്ങിച്ചൊരു പാത്രമാണിത്, ഈ ബ്ലാക്ക്. ഇത് അധികം നാൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല, കണ്ടോ. ഇപ്പോഴും നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരുപാട് നാളായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര നല്ല ബ്രാൻഡല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിടി ആദ്യം തന്നെ പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കോട്ടിങ് ഇളകി പോരാൻ തുടങ്ങി. പിന്നെ ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ്. അങ്ങനെയാണ് ആ പിടി പോയത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ചളക്കവും പറ്റി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ നോക്കി വാങ്ങുക. അപ്പോൾ ഒരിക്കലും എനിക്കിങ്ങനെ അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ ഒരു കാര്യവും കൂടി പറയുന്നത്. അപ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.